നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് നമുക്ക് സ്കിന്നിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചൊറിച്ചിൽ പ്രശ്നങ്ങളോ മുഖക്കുരുവോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഫേസിനെ നല്ല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. അത് നമ്മൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു നൈറ്റ് ക്രീമും തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ഒരു ഫേസ് സിറവും അതുപോലെ ഫേസ് വാഷും. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം. അപ്പോൾ അത് ഏതാണ് ഇൻഗ്രീഡിയൻ്റ് എന്നല്ലേ, മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ആര്യവേപ്പ്. അസാഡിറക്റ്റ ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കഴിക്കുന്ന വേപ്പില ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് എപ്പോഴും തന്നെ പലർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് ശരീരത്തിന് ചൂടാണോ തണുപ്പാണോ എന്നുള്ളത്. നിംബ് ശീതോ ലഘു ഗ്രാഹി കടു തിക്തോ അഗ്നിവാദകൃത് എന്നുള്ള തന്നെയാണ് ഇതിൻ്റെ ഒരു യോഗം തുടങ്ങുന്നത്. അതായത് വളരെയധികം ശീതവീര്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഫേസിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിത്തപ്രകൃതി ഉള്ളവർക്കൊക്കെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാനും കൂടെ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇലയെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ആര്യവേപ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശരീരത്തിനൊരു തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ അധികം ഇൻഫെക്ഷൻസ് ഒന്നും അതായത് ഇപ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് വീടിന് ചുറ്റുമൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്കിത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മൊത്തത്തിലൊന്ന് ക്ലൈമറ്റിനെ തന്നെ ഒന്ന് ചെറുതായിട്ട് തണുപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ അല്പം ഇല നന്നായിട്ട് ഇല എടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ചിലപ്പോൾ ചില പ്രാണികളും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫേസിലേക്ക് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഒട്ടും വെള്ളം കൂടാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ചേർക്കാത്ത ആ ഒരു മിക്സ് കണ്ടോ, ഇതാണ് എടുത്തിട്ടുള്ളത്. അത് അല്പം അലോവേര ജെല്ലെടുത്ത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല. പലർക്കും ഓയിൽ ഫേസിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഓയിലി സ്കിന്നിന്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. കാരണം മാക്സിമം ആളുകൾക്കും ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതൽ ഇഷ്യൂസ്, കുരുക്കളൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. അത് രാത്രി മുഖത്ത് അപ്ലൈ ചെയ്ത് കിടക്കാവുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്രീം തന്നെയാണ്. അപ്പോൾ പകൽ സമയങ്ങളിൽ ഉപയോഗിക്കേണ്ട, രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാനാണ് എപ്പോഴും നല്ലത്. കുറച്ചധികം സമയം കിട്ടുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ നമുക്കിതൊരു സിറം രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ഈസി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പം എന്നുള്ള രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ് ജസ്റ്റ് ആ ജ്യൂസിലേക്ക് അല്പം റോസ് വാട്ടറും അതുപോലെ തന്നെ അല്പം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കാം. അല്പം അലോവേര ജെല്ലും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിറം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മുഖത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കുരുക്കളുള്ള ഭാഗങ്ങളിൽ കുറച്ച് അധിക സമയമൊക്കെ തന്നെ വെക്കുന്നതും നല്ലതാണ്. പിന്നീട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നൈറ്റിൽ അതുപോലെ തന്നെ വേണമെങ്കിലും കിടക്കാം. ഒത്തിരി ഹാർഡായിട്ടുള്ള രീതിയിലല്ല നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഫേസ് വാഷ് തയ്യാറാക്കാൻ അതിലേക്ക് അല്പം റോസ് വാട്ടറും അതുപോലെ തന്നെ ഏതെങ്കിലും മൈൽഡ് ബേബി ഷാമ്പുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് വാഷോ, ഞാൻ അല്പം എടുത്തിട്ടുള്ളൂ ഫേസ് വാഷ്, അത് ഏത് വേണമെങ്കിലും എടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷായിട്ടും ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സോപ്പ് നട്ട് പൗഡർ ഉപയോഗിക്കാം. പക്ഷേ അതിലൂടെ ഒന്നുകൂടെ ഫ്രാഗ്രൻസും ഫ്രോത്തും കൂടുതൽ കിട്ടും ഇതായതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ രീതി. ഹൃദ്യ ശ്രമ ത്രിഡ് കാസജുര അരുചി കൃമിപ്രണുത് എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് ചില സമയത്ത് ഉണ്ടാവുന്ന ചില അരുചി പ്രശ്നങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദാഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ അതുപോലെ വേംസിനെ അല്ലെങ്കിൽ ഒരു ഡീടോക്സ് മെത്തേഡായിട്ടും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു നിംബപത്ര അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗപ്പെടുത്താറ്. ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആര്യവേപ്പിന് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട്. പിന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ വരുന്ന ചില ചൊറിച്ചിലും ആ ഒരു കുരുക്കളും ഒക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. ഒരുപാട് കാശ് മുടക്കിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്കിന്നിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ്. സ്കിന്നിനെ നല്ല നീറ്റായിട്ട് വെക്കാൻ വേണ്ടി ഇത് സഹായിക്കും. നിംബപത്രം സ്മൃതം നേത്രം കൃമിപിത്ത വിഷപ്രണുത്, അതായത്
ഈ നിംബപത്രം ഉപയോഗിച്ച് തന്നെ മരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ തൊലിയാവാം, റൂട്ടാവാം, കായയാവാം, അങ്ങനെ പലതിനും പല പല ഗുണങ്ങളാണുള്ളത്. പല രീതിയിൽ നമ്മൾ ഓരോ റെമഡീസ് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ആ ഇലയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. പലപ്പോഴും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കാറുണ്ട്. അതുപോലെ ശരീരത്തിന് അത്രയും കൂളിംഗ് എഫക്റ്റ് നൽകുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ പിത്തദോഷം കൂടിയിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ചില കേസിലൊക്കെ തന്നെ ചിക്കൻ ബോക്സ് പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ആ ശരീരത്തിന് ചൊറിച്ചിലും ഇറിറ്റേഷൻസും ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇത് മെത്തയിൽ വിരിച്ച് കിടക്കുന്നത്, മെത്തയായിട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറില്ലേ. അത് മറ്റൊന്നുമല്ല, ആ ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഉള്ളതുകൊണ്ടും ഇത് ശരീരത്തിന് തണുപ്പേകുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇത് തലയിൽ താരൻ അമിതമായിട്ടുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ച് തലയിൽ തേക്കുന്നത്, ഹെയർ പാക്കായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ആര്യവേപ്പില ഇട്ടിട്ട് എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതാണ്. അതുപോലെ സ്കിന്നിലുണ്ടാവുന്ന ചില ചൊറിച്ചിൽ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു എണ്ണ തലയിൽ മാത്രമല്ല സ്കിന്നിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർ ചില ഇത് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് അത് ഫേസ് പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫേസിലല്ല ഫുൾ ബോഡിയിൽ തന്നെ ഒരു ബാത്ത് പൗഡറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വേപ്പില എന്നുള്ളത്. അപ്പോൾ ഇത് ഉണക്കി പൊടിച്ച് പുറമേയൊക്കെ താമസിക്കുന്നവർക്ക് ഉണക്കി പൊടിച്ച് കൊണ്ടുപോയാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആര്യവേപ്പില ദേഹത്തേക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ആര്യവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ തേക്കിൻ്റെ തളിരിലയുണ്ടല്ലോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതും നല്ലതാണ്. നമ്മൾ കറുകയും ഒക്കെ ചേർത്തിട്ടൊരു ഓയിൽ പറഞ്ഞില്ല, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരു ഡീടോക്സിഫിക്കേഷന് സഹായിക്കുന്ന നല്ലൊരു മെത്തേഡാണ്. അതിൽ പച്ചമഞ്ഞളും ഈ ആര്യവേപ്പയും കൂടെ നന്നായിട്ട് അരച്ച് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാക്കിയിട്ട് അത് ഉരുളയാക്കി വിഴുങ്ങുന്ന ഒരു പതിവൊക്കെ ഉണ്ടാകും. നമുക്ക് എപ്പോഴും വളരെ നല്ലൊരു മെത്തേഡാണത്. ലിവറിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും, കൊളസ്ട്രോൾ രോഗികളൊക്കെ ആണെങ്കിൽ കുറയ്ക്കാനൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. കഴിക്കാൻ ചിലർക്കൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് കഷായം വെച്ച് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് തന്നെ ഇതിൻ്റെ പലവിധ ഫോർമുലേഷൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷ്, ഫേസ് ക്രീമൊക്കെ തന്നെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനുള്ള നല്ലൊരു മാർഗ്ഗം കൂടെയാണ്. മുഖക്കുരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്പം ആര്യവേപ്പില ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് നമുക്ക് മുഖം വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സ്ത്രീകൾക്കായാലും ചില ഇൻഫെക്ഷൻസൊക്കെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം കേസിലൊക്കെ ആണെങ്കിലും ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് ഈ വെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇളം ചൂടോട് കൂടി തന്നെ ഒരു ദിവസത്തിൽ ഒരു 3-4 തവണ വാഷ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു 4 വാഷിൽ തന്നെ അത് മാറി കിട്ടും. അത്രയേറെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ആര്യവേപ്പിനെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കരുത്. ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം സാഹചര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി ടിപ്സും കൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.